നേടിയതെല്ലാം നഷ്ടപ്പെട്ട ഒരമ്മ, മകന്റെ ഉപദ്രവം മുതൽ രോഗം വരെ. മലയാള സിനിമയ്ക്ക് നല്ലൊരു അമ്മയെ കൂടി നഷ്ടമായെന്ന് താരങ്ങൾ. അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മീന ഗണേഷ്. നാടകരംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് മീന അരങ്ങേറിയത്. സിനിമയിലെ അഭിനയ മികവിന്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അംഗീകാരവും നേടിയിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മിഴിരണ്ടിലും, മീശമാധവൻ തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ മീന ഗണേഷ് സ്വതസിദ്ധമായ അഭിനയ ശൈലി ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന മീന പിന്നീട് രോഗശയ്യയിലേക്ക് വഴുതി വീണു. ഇടക്കാലത്ത് വെച്ച് മകൻ ചെയ്ത ക്രൂര പീഡനങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ട് മീന എത്തിയിരുന്നു. താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നും മീന പറഞ്ഞു. ചിരട്ട എടുത്ത് തെണ്ടാൻ പോകാൻ പറഞ്ഞെന്നും മകനിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നെന്നും താരം പറഞ്ഞിരുന്നു. ഗ്രാമീണതയുടെ നൈർമല്യം ഉൾക്കൊണ്ട അഭിനേത്രിയെ തങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് തീർത്താൽ തീരാത്ത നഷ്ടമെന്നാണ് ആരാധകരും സുഹൃത്തുക്കളും പറയുന്നത്. മീനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ രാമുവിന്റെ അമ്മയെ മറക്കാൻ പറ്റില്ല. ആ ചിത്രത്തിന്റെ തുടക്കത്തിൽ രാമുവിന്റെ കുടിലിൽ നിന്നും കേൾക്കുന്ന വാസന്തിയെ എന്ന നീട്ടിയുള്ള ഒരു വിളിയിലൂടെ തന്നെ ആ അമ്മയുടെ കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച അതുല്യ കലാകാരിക്ക് വിട എന്ന് വിനയൻ കുറിച്ചു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സിനിമയിൽ കലാഭവൻ മണിയുടെ അമ്മ, വളയത്തിലെ മനോജ് കെ ജയന്റെ അമ്മ, പിൻഗാമിയിലെ കുട്ടി ഹാസൻ എന്ന ജഗതിയുടെ അമ്മ, നന്ദനത്തിലെ കാർത്യായനി അമ്മ, സദാനന്ദന്റെ സമയത്തിലെ നാണി അമ്മ, അങ്ങനെ മലയാളികൾക്ക് ഓർക്കാൻ ഒരു പിടി നല്ല അമ്മ കഥാപാത്രങ്ങളെ നൽകിയ നടിക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. അതുല്യ കലാകാരിയായ മീന ഗണേഷിന് 140 ന്യൂസിന്റെ ആദരാഞ്ജലികൾ.